ഗാസയുടെ പേരുകളിലൂടെ പാലസ്തീൻ ജനതയ്ക്ക് സാംസ്കാരിക നഗരിയുടെ ഐക്യദാർഢ്യം. പാലസ്തീനോട് ഐക്യപ്പെട്ട് തണ്ണിമത്തൻ മുറിച്ച് വേദിയിൽ വെച്ചാണ് പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ആമുഖമായി ഗാസയെക്കുറിച്ചെഴുതിയ മുറിവുകളുടെ വീട് എന്ന കവിത ആലപിച്ചു. ചോരയുടെ അടുക്കള, ചോരയുടെ തീന്മേശ, ചോരയുടെ കിടപ്പറ, എന്റെ ചുവരുകൾ ദിനംതോറും ചുരുങ്ങി ചുരുങ്ങി വരുന്നു. നിവർന്നൊന്നു നിൽക്കാനോ നിവർന്ന് കിടക്കാനോ പോലും അസാധ്യമായ വിധം എന്നിലേക്കുള്ള വഴികൾ ഓരോന്നോരോന്നായി അടയുന്നു. എന്നിൽ താമസിക്കുന്നവർക്ക് എങ്ങോട്ടും പോകാനില്ല. ഒരു വാതിലും എങ്ങോട്ടും തുറക്കുന്നില്ല. ശത്രു വിഷം വിതറിയ വയലുകളിൽ ആയുധങ്ങൾ മുളച്ചു പൊന്തുന്നു. നാലു ദിക്കിലും അക്രമിയുടെ തീ പടരുന്നു. ആകാശമില്ല, അനാഥരുടെ പുക മാത്രം. അടക്കം ചെയ്യപ്പെടാത്ത ശവങ്ങളോട് മഴ ഹീബ്രുവിൽ സംസാരിക്കുന്നു. ശേഷം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകളും വായിച്ചു. മാധ്യമപ്രവർത്തകൻ ശശികുമാർ കുട്ടികളുടെ പേരുകൾ വായിച്ച് ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അമീൻ അബ്ദുള്ള, അമീൻ അബു അൽ റൌസ്, അർവ കൈസ്, അബ്ദുൽ കരീം അൽ സഹറാനി, അസീൽ ജമാൽ സൽമ, ഇഷ്തിവൈ, കമർ ഹനി mahmood, കഷ്ത, കമർ യാഹ്യ, ജിഹാദ് അഹമ്മദ്, മുഹമ്മദ് സമിദ്, മുഹമ്മദ് കഷ്ത. ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, കവി രാവുണ്ണി, കവിതാ ബാലകൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ തുടങ്ങി കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പേരുകൾ വായിച്ച് ഗാസയോട് ഐക്യദാർഢ്യം അറിയിച്ചു. പാലസ്തീനിൽ കൊല്ലപ്പെട്ട 1500ഓളം കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ടാണ് തൃശൂർ ഗാസയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. ചിന്താരവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ EMS സ്ക്വയറിലായിരുന്നു പരിപാടി. സംഘാടക സമിതി ചെയർമാൻ MP സുരേന്ദ്രൻ നേതൃത്വം നൽകി. TCV തൃശൂർ.